കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 546. സൂറത്ത് യൂസുഫ് ആയത്തുകൾ 67 മുതൽ 82 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. فلما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. ولما دخلوا على يوسف آوى إليه أخاه قال إني أنا أخوك فلا تبتئس بما كانوا يعملون. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. قالوا وأقبلوا عليهم ماذا تفقدون؟ قالوا نفقد صواع الملك ولمن جاء به حمل بعير وأنا به زعيم. قالوا تالله لقد علمتم ما جئنا لنفسد في الأرض وما كنا سارقين. قالوا فما جزاؤه إن كنتم كاذبين؟ قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين. فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم. قال أنتم شر مكانا والله أعلم بما تصفون. قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين. قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون.
فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين ارجعوا إلى أبيكم فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين واسأل القرية التي كنا فيها والغير التي أقبلنا فيها وإنا لصادقون. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 547. സൂറത്ത് യൂസുഫ് ആയത്ത് 67. വഖാല യാ ബനിയ്യ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്. അദ്ദേഹം പറഞ്ഞു, അതായത് യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ ഒരേ വാതിൽ കൂടി കടക്കരുത്. പേജ് 843. വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. വിവിധ വാതിലുകളിൽ കൂടി നിങ്ങൾ കടക്കുക. പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് അഥവാ രാജകൊട്ടാരത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വാതിൽ കൂടി ആവരുത്, പല വാതിലുകളിൽ കൂടി ആകണം. ആദ്യത്തെ തവണ ഇവർക്ക് അസാധാരണ സൽക്കാരവും സ്വീകരണവും സംഭാവനയും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇവർ കൂട്ടമായി ഇങ്ങനെ ചെല്ലുന്നത് കണ്ടിട്ട് ചിലർക്ക് അസൂയ തോന്നുകയും അനഭിലഷണീയമായ വല്ലതും ഉണ്ടാവുകയും ചെയ്തേക്കാമെന്നുള്ളത് കൊണ്ടായിരിക്കണം ഇപ്രകാരം കൽപ്പിച്ചത്. എല്ലാം അള്ളാഹുവാണ് സൂക്ഷ്മമായി അറിയുന്നവൻ. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിക്കും. യാക്കൂബ് നബി അലൈഹിസ്സലാം വ്യക്തമാക്കുന്നു, അള്ളാഹുവിങ്കൽ നിന്ന് യാതൊന്നിനെയും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്ക് സാധ്യമല്ല. അള്ളാഹു നിങ്ങൾക്ക് എന്ത് വിധിച്ചുവോ അത് നിങ്ങൾക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും. ഈ ഉപദേശം മനുഷ്യൻ കഴിയുന്ന സൂക്ഷ്മത പാലിക്കണം എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെയാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ആ വിധി അള്ളാഹുവിൻ്റേതല്ലാതെ വേറെ ആരുടേതുമല്ല. അലൈഹി തവക്കൽതു. അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചു. വ അലൈഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഭരമേൽപ്പിക്കുന്നവർ അവനെ തന്നെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. സ്വന്തം നിലക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾക്കും അതുപോലെ സ്വന്തം നിലക്ക് ഒഴിവാക്കാൻ കഴിയാത്ത അപകടങ്ങളെ സംബന്ധിച്ചും അതിന് കഴിവുള്ളവനെ ഏൽപ്പിക്കുകയാണല്ലോ ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത്. അത്തരം കഴിവുള്ളവൻ അള്ളാഹു ഒരുവൻ മാത്രമാണ്. അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. അവൻ അതിന് പ്രാപ്തനാണ്, അത് ശരിക്ക് നിറവേറ്റുന്നവനുമാണ്. അതുകൊണ്ടാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, ഏറ്റവും നന്നായി ഭരമേൽപ്പിക്കുവാൻ പറ്റിയവൻ അള്ളാഹു തന്നെയാകുന്നു എന്ന് പ്രവാചകന്മാർ പറഞ്ഞത്. ഇവിടെ രണ്ട് വിഷയം പ്രത്യേകം ഉണർത്തുന്നു. ഒന്ന്, ഏതൊരു വിഷയത്തിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് നാം ചെയ്തിട്ട് അത് പൂർത്തിയാക്കി തരാനും വിജയിപ്പിച്ചു തരാനും അള്ളാഹുവിൽ ശരണം തേടുകയാണ്. തവക്കുൽ, കഴിവിൽപ്പെട്ടത് ചെയ്യാതെ അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കി എന്ന് പറഞ്ഞ് നിഷ്ക്രിയനായി ഇരിക്കൽ തവക്കുലല്ല, അത് അലസതയാണ്. പിന്നെ ഒന്ന്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നതിൻ്റെ സാരം ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി വിധിക്കുകയും അതനുസരിച്ച് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതാണ് എന്നാണ്. യാതൊരു കാര്യവും വിധിക്കാൻ യാതൊരാൾക്കും അധികാരമില്ല എന്ന് ഇവിടെ അർത്ഥമില്ല. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകും എന്ന് വ്യക്തമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിധിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുമല്ലോ, അതൊരനുഭവ വസ്തുതയുമാണ്. എന്നാൽ യാതൊരു വിധി കർത്തൃത്വവും അള്ളാഹുവിന് മാത്രമല്ലാതെ വേറെ ആർക്കുമില്ലെന്ന് ഖവാരിജുകൾ ഇവിടെ ദുർവ്യാഖ്യാനം നൽകി. ഈ പിഴച്ചവാദം ചില കൂട്ടർ ശരിവച്ചു. മഅരിഫയിൽ നഫ്യ് വന്നാൽ ആമാക്കുകയില്ല എന്ന നിയമമൊന്നും ഇവരറിയുകയില്ലെന്ന് തോന്നുന്നു. ഇനിൽ ഹുക്മു എന്നതിനെ ലാ ഹുക്മ എന്നിവരർത്ഥമാക്കിയത് വിവരക്കേടാണ്.
ഇതിലുള്ളതല്ല. അതായത് ആത്യന്തികമായിട്ട് വിധിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിക്ക് എതിരായിട്ട് അല്ലാതെ ഉള്ള കാര്യങ്ങളിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഒരു കോടതിയിൽ ജഡ്ജി വിധിക്കുന്നു, ഭരണാധികാരി വിധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അത് അള്ളാഹുവിൻ്റെ വിധിക്കെതിരായിട്ടുള്ള വിധി നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ എന്തല്ല, അത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. ആത്യന്തികമായിട്ട് വിധി കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം തന്നെയാണ്. അടുത്തത് ആയത്ത് 68, പേജ് നമ്പർ 844. വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ പിതാവ് കൽപ്പിച്ച സ്ഥലത്ത് കൂടി അവർ പ്രവേശിച്ചപ്പോൾ മാ കാന യഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഇൻ, അള്ളാഹുവിൽ നിന്ന് യാതൊന്നിനെയും തടുക്കുവാൻ അത് അവർക്ക് പര്യാപ്തമായില്ല. അള്ളാഹു അവർക്ക് വിധിച്ചിട്ടുള്ള യാതൊന്നും ഒഴിവാക്കുവാൻ പിതാവിൻ്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കൽ അവർക്ക് ഫലപ്പെട്ടതായില്ല. ഇല്ലാ ഹാജതൻ ഫീ നഫ്സി യഅഖൂബ ഖളാഹ, യാക്കൂബിൻ്റെ മനസ്സിലെ ഒരാവശ്യം അദ്ദേഹം നിറവേറ്റി എന്ന് മാത്രം. മുമ്പ് ഇവരുടെ കൂടെ യൂസുഫിനെ അയച്ചു കൊടുത്തിട്ട് സംഭവിച്ചതുപോലെ ഇപ്പോൾ ഈ ഇളയപുത്രനെ അയച്ചിട്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന ആഗ്രഹം മാത്രം. അള്ളാഹുവിൻ്റെ വിധിയിൽ ഇതുകൊണ്ടൊന്നും യാതൊരു മാറ്റവും വരികയില്ല. അള്ളാഹു വിധിച്ചത് ഗുണമാവട്ടെ ദോഷമാകട്ടെ അത് ശരിക്ക് നടപ്പിൽ വരും. സൂക്ഷിക്കാൻ ഉപദേശിക്കലും എപ്പോഴും ആവശ്യമാണ്. നിശ്ചയമായും നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളതിനാൽ അദ്ദേഹം നല്ല അറിവുള്ളവൻ തന്നെ. പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാമിന് അള്ളാഹു പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ആ അറിവനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക ജനങ്ങളും അറിയുന്നില്ല. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 548, സൂറത്ത് യൂസുഫ് ആയത്ത് 69, പേജ് നമ്പർ 844. വലമ്മാ ദഖലു അലാ യൂസുഫ ആവാ ഇലൈഹി അഖാഹു, അവർ യൂസുഫിൻ്റെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരനെ തന്നിലേക്ക് അണച്ചുകൂട്ടി. ഖാല ഇന്നി അന അഖൂക, യൂസുഫ് പറഞ്ഞു ഞാൻ തന്നെയാണ് എൻ്റെ സഹോദരൻ. ഫലാ തബ്തഇസ് ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി നീ വ്യസനിക്കേണ്ട. ബിന്യാമീനെ ഒറ്റയ്ക്ക് വിളിച്ച് മറ്റു സഹോദരന്മാരെ അറിയാതെ യൂസുഫ് അലൈഹിസ്സലാം രഹസ്യം വെളിപ്പെടുത്തി. സഹോദരനാണ് താൻ എന്ന കാര്യം ഇവരുടെ ദ്രോഹങ്ങൾ പലതും അനുഭവിച്ചല്ലോ. സഹോദരനാണ് താൻ എന്ന കാര്യം ഇവരുടെ ദ്രോഹങ്ങൾ പലതും അനുഭവിച്ചല്ലോ. അതൊക്കെ സഹിച്ചതിന് അള്ളാഹു പകരം തരുന്നതാകുന്നു എന്ന് ബിന്യാമീനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ശേഷം സഹോദരനെ തൻ്റെ കൂടെ നിർത്താനുള്ള തന്ത്രം പ്രയോഗിക്കുകയാണ്. ആയത്ത് 70. ഫലമ്മ ജഹ്ഹസഹും ബിജഹാസിഹിം, അങ്ങനെ അദ്ദേഹം അവർക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ തയ്യാറാക്കി കൊടുത്തപ്പോൾ ജഅല സിഖായത ഫീ റഹ്ലി അഖിഹി, അളവ് പാത്രം തൻ്റെ സഹോദരൻ്റെ കെട്ടിൽ വെച്ചു. പേജ് നമ്പർ 845. സുമ്മ അദ്ദന മുഅദ്ദിനുൻ, പിന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു അയ്യതുഹൽ ഗൈറു ഇന്നകും ലസാരിഖൂൻ, ഹേ യാത്രാസംഘമേ നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാണ്. ആയത്ത് 71. ഖാലൂ വഅഖ്ബലൂ അലൈഹിം മാദാ തഫ്ഖിദൂൻ, അവർ ഇവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. ആയത്ത് 72. ഖാലൂ നഫ്ഖിദു സുവാഅൽ മലികി വലിമൻ ജാഅ ബിഹി ഹംലു ബഈർ, അവർ പറഞ്ഞു രാജാവിൻ്റെ അളവുപാത്രം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് കൊണ്ടുവരുന്ന ആൾക്ക് ഒരു ഒട്ടകത്തിൻ്റെ ചുമടുണ്ട്. വ അന ബിഹി സഈം, ഞാൻ അത് ഏറ്റിരിക്കുന്നു. ആയത്ത് 73. ഖാലൂ തല്ലാഹി ലഖദ് അലിംതും മാ ജിനാ ലിനുഫ്സിദ ഫിൽ അർദി, അവർ പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനായി വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ ഒരിക്കലും മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല. ആയത്ത് 74. ഖാലൂ ഫമാ ജസാഉഹു ഇൻ കുൻതും കദിബീൻ, അവർ പറഞ്ഞു നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്താണ്. ആയത്ത് 75.
قالوا جزاؤه من وجد في رحله فهو جزاؤه. അവർ പറഞ്ഞു, ആരുടെ കെട്ടിൽ അത് കാണപ്പെട്ടോ അവനാണ് അതിൻ്റെ ശിക്ഷ. മോഷണം പോയ വസ്തു ആരുടെ കെട്ടിലാണോ കണ്ടത് അവനെ തടഞ്ഞു നിർത്തലും നിശ്ചിത കാലം അടിമയാക്കലുമാണ് ശിക്ഷ. കദാലിക നജ്സിൽ ളാലിമീൻ. ഇപ്രകാരമാണ് അക്രമികൾക്ക് ഞങ്ങൾ പ്രതിഫലം കൊടുക്കുന്നത്. ഞങ്ങളുടെ ശരീഅത്തിൽ വിധി അതാണ്. ആ ശിക്ഷ ഞങ്ങൾ അനുഭവിക്കാം. തങ്ങൾ ആരും മോഷ്ടിച്ചിട്ടില്ല എന്ന ഉറപ്പിലാണ് അവർ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സൂത്രം അവരറിയില്ലല്ലോ. ആയത്തി 76. അങ്ങനെ അദ്ദേഹം തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിന് മുമ്പ് അവരുടെ ഭാണ്ഡങ്ങൾ അഴിച്ച് പരിശോധിക്കാൻ തുടങ്ങി. പിന്നെ തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് അത് പുറത്തെടുത്തു. ആയത്ത് പേജ് നമ്പർ 846. യൂസുഫ. അപ്രകാരം യൂസുഫിന് വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു. രാജാവിൻ്റെ മതത്തിൽ യൂസുഫിന് തൻ്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ സാധ്യമല്ലായിരുന്നു. ഇല്ല അൻ യശാ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഒഴികെ. ഭരണാധികാരിയായ രാജാവിൻ്റെ മതത്തിൽ മോഷണക്കുറ്റത്തിന് മോഷ്ടാവിനെ പിടിച്ചു വെക്കുന്ന നിയമമില്ല. ഇപ്പോൾ യഥാർത്ഥമായി മോഷ്ടാവായി തീർന്ന വ്യക്തിയുടെ സമൂഹത്തിൽ അങ്ങനെ മതനിയമമുണ്ട്. അതവരെ കൊണ്ട് പറയിപ്പിക്കുകയും അതവരിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തത് ഒരു തന്ത്രമാണ്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണിതെല്ലാം. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴൊഴികെ എന്നിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അതവൻ ശരിക്ക് നടപ്പിൽ വരുത്തും എന്നുണർത്തുവാനാണ്. നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പദവികൾ ഉയർത്തും. ഏതൊരു അറിവുള്ളവൻ്റെയും മേലെ എല്ലാം അറിയുന്നവൻ ഉണ്ട്. ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് യാതൊരു അറിവാളനും ധരിക്കേണ്ട. താൻ അറിയുന്നത് പറയുമ്പോൾ ഇതിനപ്പുറം ആർക്കും ഒന്നും പറയാൻ കഴിയുകയില്ലെന്ന് കരുതരുത്. പറഞ്ഞവരുടെ ആരായാലും അവഗണിക്കേണ്ട. ആളെ നോക്കരുത്, വിഷയവും തെളിവും നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ഒഴികെ ആരെന്ത് പറഞ്ഞാലും അയാളുടെ വലിപ്പവും മഹത്വവും കണക്കിലെടുത്ത് അന്ധമായി സ്വീകരിക്കാൻ പറ്റുകയില്ല. ആ സ്ഥാനം റസൂലിന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിലാണ്. ഒരു നിമിഷവും ആ നോട്ടം മുറിഞ്ഞു പോകുകയില്ല. റസൂലിൽ വല്ല തെറ്റും സംഭവിച്ചാൽ അള്ളാഹു അത് തിരുത്തും. അതുകൊണ്ടാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് നാം പറയുന്നത്. അഥവാ ആ വാക്കിൻ്റെ താല്പര്യം അതാണ്. ആ സ്ഥാനം വേറെ ആർക്കെങ്കിലും നൽകുന്നവൻ മഹാപിഴച്ചവനാണ്. ഇത് ഇമാമോ ഷെയ്ഖോ പണ്ഡിതനോ ആരായാലും ശരി. ഈ തത്വത്തിൽ നമ്മുടെ സമുദായം വളരെ പിഴച്ചു പോയിരിക്കുന്നു. സർവ്വ കുഴപ്പങ്ങളുടെയും കാരണങ്ങൾ ഈ അടിസ്ഥാനത്തിൽ നിന്ന് ഇളകിയതാകുന്നു. മദ്ഹബുകളും ത്വരീഖത്തുകളും കക്ഷികളും ഉടലെടുത്ത് മുസ്ലിങ്ങളുടെ അവസ്ഥ ശോചനീയമായി തീർന്നത് ഇതുകൊണ്ടാണ്. നേർമാർഗം ആഗ്രഹിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ സഹോദരങ്ങൾ മുമ്പൊരിക്കൽ യൂസുഫിനെ ആ വിജന പ്രദേശത്ത് പൊട്ടക്കിണറ്റിൽ മനഃപൂർവ്വം എറിഞ്ഞു നാട്ടിലേക്ക് മടങ്ങിപ്പോന്നല്ലോ. ഇപ്പോൾ ഇതാ യൂസുഫിൻ്റെ സഹോദരനെ കൊട്ടാരത്തിൽ വിട്ടുകൊടുക്കാൻ നിർബന്ധിതരായി അത്യധികം ദുഃഖത്തോടെ മടങ്ങിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് ഇവിടെ അന്ധമായിട്ടുള്ള മദ്ഹബി തഖ്ലീദ് സംബന്ധിച്ച് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അവരുടെ സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ തുടക്കത്തിലൊക്കെ ഈ വിഷയം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു മദ്ഹബിൽപ്പെട്ട ആള് മറ്റൊരു മദ്ഹബിൽപ്പെട്ട ആളെ തുടർന്നാൽ നിസ്കാരം സ്വഹിയാകില്ല എന്നുള്ള വിശ്വാസം വരെ ഉണ്ടായിരുന്നു. അതുപോലുള്ള അന്ധമായ മദ്ഹബി പക്ഷപാതിത്വമാണ് എതിർക്കപ്പെടേണ്ടത്. ആയത്ത് 77. ഖാലൂ ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ. അവർ പറഞ്ഞു, ഇവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഒരു സഹോദരൻ മുമ്പ് തന്നെ മോഷ്ടിച്ചിട്ടുണ്ട്. ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും. അപ്പോൾ യൂസുഫ് അത് മനസ്സിൽ മറച്ചു പിടിച്ചു, അവരോടത് അദ്ദേഹം വെളിവാക്കിയില്ല. പേജ് നമ്പർ 847. അവർ യൂസുഫിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഞങ്ങൾ 10 പേർ ഒരു ഉമ്മയിലുള്ള സഹോദരങ്ങളാണ്. ഇവർ 2 പേരും മറ്റൊരു ഉമ്മയിലുള്ള ഞങ്ങളുടെ സഹോദരന്മാരും. ഞങ്ങൾ 10 പേർ അത്തരക്കാരല്ല എന്ന് വ്യംഗ്യമായി സൂചിപ്പിക്കുകയാണ്.
യൂസുഫ് നബി അലൈഹി സ്വലാമയെ പറ്റി അവർ പറഞ്ഞ മോഷണത്തിൻ്റെ വാർത്ത ഇങ്ങനെയാണ്. യൂസുഫ് നബിയുടെ ഉമ്മയുടെ പിതാവിൻ്റെ ഒരു വിഗ്രഹത്തെ രഹസ്യമായി എടുത്ത് പൊട്ടിച്ച് വഴിയിലിട്ടു എന്ന് പറയപ്പെടുന്നു. യൂസുഫ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ഷേപാർഹമായ ഒരു മോഷണമാണോ? വെറുക്കപ്പെട്ടത് കണ്ടാൽ അതിനെ കൈകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഈ കാര്യം? ഏതെങ്കിലും ആകട്ടെ, അവരിപ്രകാരം പറഞ്ഞപ്പോൾ യൂസുഫ് അലൈഹിസ്സലാം മനഃപൂർവ്വം മൗനം ദീക്ഷിച്ചു. താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല. തന്നെ പറ്റിയാണല്ലോ ഇവരി പറഞ്ഞത്. അദ്ദേഹം ക്ഷമ കൈക്കൊണ്ടു. എങ്കിലും അവരുടെ നിലപാടിൽ തൻ്റെ പ്രതികരണം അവരെ അറിയിച്ചു. ഖാല അൻതും ശർറും മകാന. യൂസുഫ് പറഞ്ഞു, നിങ്ങൾ സ്ഥാനം ദുഷിച്ചവരാകുന്നു. നിങ്ങളുടെ നിലപാട് വളരെ മോശമാണ്. അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ് അള്ളാഹു. ആയത്ത് 78. ഖാലു യാ അയ്യുഹൽ അസീസു ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ. അവർ പറഞ്ഞു, ഓ അസീസ്, ഇവന് വലിയ വയസ്സനായൊരു പിതാവുണ്ട്. ഫഖുദ് അഹദനാ മക്കാന. അതുകൊണ്ട് ഞങ്ങളിൽ ഒരാളെ അവന് പകരം താങ്കൾ സ്വീകരിക്കുക. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. താങ്കളെ പരോപകാരികളിൽപ്പെട്ടവനായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആയത്ത് 79. ഖാല മഅദല്ലാഹി അൻ നഅഖുദ ഇല്ലാ മൻ വജദ്നാ മതാഅഹു ഇൻദഹു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ ശരണം. നമ്മുടെ സാധനം ആരുടെ അടുക്കലാണോ കണ്ടത് അവനെ അല്ലാതെ നാം പിടിച്ചു വെക്കുകയോ? ഇന്ന ഇതല്ല വാലിമൂൻ. അങ്ങനെയെങ്കിൽ നിശ്ചയം ഞങ്ങൾ അക്രമികൾ തന്നെ. മറ്റാരെയെങ്കിലും നാം പിടിച്ചു വെക്കുന്ന പക്ഷം അത് നിയമലംഘനമായി തീരും. നിരപരാധികളെ ശിക്ഷിക്കാൻ ഒരിക്കലും പാടില്ലല്ലോ. വലിയ അക്രമമല്ലേ അത്. ആയത്ത് 80. ഫലമ്മസ്തൈ അസുമിന്നു. അങ്ങനെ അവർ അദ്ദേഹത്തിൽ നിന്ന് ആശ പറഞ്ഞപ്പോൾ, അദ്ദേഹം അതൊന്നും സ്വീകരിക്കുകയില്ലെന്ന് ബോധ്യം വന്നപ്പോൾ, ഖലസൂനജിയ, മാറിയിരുന്ന് കൂടിയാലോചന നടത്തുന്നവരായി അവരൊരുമിച്ച് കൂടി. ഖാല കബീറുഹും, അവരിൽ വലിയവൻ പറഞ്ഞു. പേജ് നമ്പർ 848. ഇത് റുബീനാണെന്ന് ചില വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട്. അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹി. നിശ്ചയമായും നിങ്ങളുടെ പിതാവ് നിങ്ങൾക്കെതിരായി അള്ളാഹുവിൻ്റെ പേരിൽ ഉറപ്പു വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ, ബിന്യാമീനെ നിങ്ങൾ മടക്കിക്കൊണ്ടു ചെല്ലുമെന്ന്. വമിൻ ഖബ്ലു മാ ഫറത്തും ഫി യൂസുഫ. യൂസുഫിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുമുണ്ട്. ഫലൻ അബ്റഹൽ അർദ. അതിനാൽ ഞാൻ ഈ സ്ഥലം വിടുകയില്ല. ഹത്താ യഅ്ദന ലീ അബി. എൻ്റെ പിതാവ് എനിക്ക് സമ്മതം തരുന്നത് വരെ. ഔ യഹ്കും അല്ലാഹു ലീ. അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് വേണ്ടി വിധിക്കുന്നത് വരെ. വഹുവ ഖൈറുൽ ഹകീമീൻ. വിധിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അവനാകുന്നു. ആയത്ത് 81. ഇർജിഉ ഇല അബീക്കും. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങുവീൻ. ഫഖൂലു യാ അബാന ഇന്ന ഇബ്നക സറഖ. എന്നിട്ട് നിങ്ങൾ പറയുവീൻ, ഞങ്ങളുടെ പിതാവെ, നിശ്ചയമായും നിങ്ങളുടെ മകൻ മോഷ്ടിച്ചു. വമാ ഷഹിദിന ഇല്ലാ ബിമാ അലിംന. ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതിന് മാത്രമേ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൂ. വമാ കുന്നാ ലിൽ ഗൈബി ഹാഫിളീൻ. ഞങ്ങൾ അദൃശ്യത്തെ സൂക്ഷിക്കുന്നവരല്ലല്ലോ. കേട്ടുകേൾവിയെയോ ഊഹത്തെയോ അടിസ്ഥാനമാക്കിയല്ല ഞങ്ങൾ പറയുന്നത്. ബിന്യാമീൻ്റെ കെട്ടഴിച്ചപ്പോൾ കളവ് സാധനം ഞങ്ങൾ അതിൽ കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരിട്ട് കണ്ട വിഷയമാണ് അവൻ്റെ മോഷണം. ഇങ്ങനെ അവൻ ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ ഞങ്ങൾ കൊണ്ടുപോവുകയില്ലായിരുന്നു. അതുപോലെ അവൻ മോഷ്ടിച്ചത് തന്നെയാണോ അഥവാ അതിൽ വല്ല തന്ത്രവുമുണ്ടോ എന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആയത്ത് 82. വസ്അലിൽ ഖറിയത്തല്ലതി കുന്നാ ഫിഹാ. ഞങ്ങളെ ഉണ്ടായിരുന്ന ആ നാട്ടുകാരോട് നിങ്ങൾ അന്വേഷിക്കുക. വൽ ഗൈറല്ലതി അഖ്ബൽനാ ഫിഹാ. ഞങ്ങൾ പോന്ന കൂട്ടത്തിലുള്ള യാത്രാ സംഘത്തോടും അന്വേഷിക്കുക. വ ഇന്നാ ലസ്വാദിഖൂൻ. നിശ്ചയമായും ഞങ്ങൾ നേര് പറയുന്നവർ തന്നെയാകുന്നു. ഇപ്രകാരമെല്ലാം പിതാവിനോട് പറയുവാനായി പറഞ്ഞു കൊടുത്തിട്ട് ആ മൂത്ത സഹോദരൻ ഈജിപ്തിൽ തന്നെ നിന്നു. മറ്റുള്ള 9 പേർ നാട്ടിലേക്ക് മടങ്ങി. അവർ വാപ്പയുടെ അടുക്കൽ ചെന്ന് മേൽപ്രകാരമെല്ലാം പറഞ്ഞു.